ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഇന്നിവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മയും അച്ഛനും കോട്ടയത്ത് പോയി, ചേച്ചി ഒരു ഇൻ്റർവ്യൂവിന് പോയി, പിന്നെ ഇപ്പം ഞാൻ റൂബി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ രാവിലെ പല്ലൊക്കെ തേച്ച് ഇനിയിപ്പം മുഖമൊക്കെ ഒന്ന് കഴുകി റെഡി ആവണം. പ്രത്യേകിച്ചൊരു ഡേ എന്തോ ഇത് ഇവിടെ നോക്കുമ്പോൾ ഒത്തിരി എന്താ പൂച്ചയോ എന്തോ ആണെന്നോ കാൽപ്പാട്. ആ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഞാനൊരു കാര്യം ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന്ന് വരും. ഒരു കുട്ടി വാർഡ്രോബാണ്. എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ബിക്കോസ് എനിക്ക് കുറച്ച് ഡ്രസ്സ് വെക്കാനായിട്ട് എന്തായാലും ഒരു അൽമിറ വാങ്ങിക്കണമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ചെന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണേ. അപ്പോൾ അത് വരും. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എണീറ്റത് കൊണ്ട് മുഖമൊക്കെ വരും. അപ്പോൾ നമുക്ക് രാവിലെ മുഖമൊക്കെ കഴുകി സ്കിന്നൊക്കെ റെഡി ആക്കിയിട്ട് വെയിറ്റ് ചെയ്യാം അത് വരാൻ. ആ ഗ്യാപ്പിൽ ഞാൻ വല്ലതും കഴിക്കുകയൊക്കെ ചെയ്യും. ഞാനാണെങ്കിൽ ഈയിടെ ഇവിടെ ശാസ്ത്രമംഗലത്തൊരു ക്ലിനിക്കുണ്ട്, സ്പോട്ട്ലെസ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്ക്. അപ്പോൾ ഞാനൊന്ന് അവിടെ പോയായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടർ ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ സ്കിന്നിന് പ്രത്യേകിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ അവിടെ വരാം, എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നോക്കിയിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പറഞ്ഞില്ല കേട്ടോ. ഗോഡ്സ് ഗ്രേസ്, മൈ സ്കിൻ ഈസ് പെർഫെക്റ്റ്. അപ്പം എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഗ്ലെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് സ്കിന്നിന് കുറച്ചൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു, ഇനി സെക്കൻഡ് സെഷൻ ജാനുവരി 25 ആ സമയത്ത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇടാവേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ മാറാനൊന്നുമില്ല, ബിക്കോസ് എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞു സ്കിന്നിനൊന്നും. അപ്പം ജസ്റ്റ് ഒരു ഗ്ലോ, ഒരു എന്താ പറയുക, ഒരു ചില ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ ഭയങ്കര ഗ്ലോ അതുപോലെ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് സെക്കൻഡ് സെഷനോടെ കഴിയുമ്പോഴേ കംപ്ലീറ്റ് റിസൾട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടിയൊക്കെ ചേർത്ത് ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യാം. മ്യൂസിക് ആസ് ഓൾവേസ് ഈ ഒരു ക്യോസ്കിൻ്റെ ഫേസ് വാഷാണ് ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നത്. ആക്ച്വലി എനിക്ക് തോന്നി ഇത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അത് തോന്നുന്നു ഡോക്ടർ സ്കിന്നിൻ്റെ ഇഷ്യൂസ് മറ്റേത് എവിടെ പോയാലും ഇങ്ങനെ മറ്റേ ഒരു കുത്തുണ്ടാകുന്നത് എന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല. എനിക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇതാണ് കേട്ടോ ക്യോസ്കിൻ. ആക്ച്വലി അത് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് തരുന്നതായതുകൊണ്ട് അങ്ങനെ എനിക്കിതുവരെ റിസൾട്ട് കിട്ടാതിരുന്നില്ല. ബട്ട് ഏകദേശം 1 ഇയർ ആയെന്ന് തോന്നുന്നു യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ യൂസ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് പലരും ഇപ്പം നീഡും ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്, കാരണം നല്ല റിസൾട്ട് കിട്ടുന്നു. ഈ ഫേസ് വാഷ് ആണെങ്കിൽ അങ്ങനെ ഭയങ്കര ഒരു ഹാർഷായിട്ടുള്ളൊരു ഫേസ് വാഷ് ഒന്നുമല്ല. അത് ചില ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര മണമൊക്കെ അല്ലേ, അങ്ങനെ മണമൊന്നുമില്ല കേട്ടോ. എക്സ്ഫോളിയേഷനും സ്കിൻ നല്ല റിഫ്രഷ്ഡ് ആയിട്ട് തോന്നും. ഇതിനകത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ആർഗനൈൻ ആൻഡ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് ഇസ് റിയലി ഗുഡ് ഫോർ സ്കിൻ. അതിലൊരു നല്ലൊരു എക്സ്ഫോളിയേഷനും ഒരു സ്കിൻ ഒന്ന് റിഫ്രഷ്ഡ് ആവുകയൊക്കെ ചെയ്യും. ആൻഡ് ഇറ്റ്സ് എന്തൊരു മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷാണ്, കാരണം അതിൻ്റെ ഫോമായിട്ടാണ് വരുന്നത്. അത് കാരണം നിങ്ങൾക്ക് തന്നെ അറിയുന്നത് അത്ര ഇറ്റ്സ് വെരി മൈൽഡ്. അപ്പോൾ നമ്മൾ ഫേസിൽ അധികം ഈ ഹാർഷായിട്ടുള്ളതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ആഫ്റ്റർ 30s നല്ലത്. ഓക്കെ, പിന്നെ അവർ പ്രത്യേകം ഡോക്ടർ ഞാൻ പറഞ്ഞില്ല മറ്റേ സ്പോട്ട്ലെസ്സിൽ പോയിരുന്നു, അവിടെ അവർ പറഞ്ഞത് ആഫ്റ്റർ എന്നും ഇനി അടുത്ത സെഷൻ വരെ മോയ്സ്ചറൈസർ നന്നായിട്ടിടണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൺസ്ക്രീനും മിസ് ചെയ്യരുത്. പിന്നെ മോയ്സ്ചറൈസർ ഞാൻ ഡെയിലി ഇടാറുണ്ട്. സൺസ്ക്രീൻ അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു അതിനെക്കാട്ടി കുറച്ച് ഒരു ക്ലിനിക്കൽ പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, മെഡിക്കേറ്റഡ് പ്രോഡക്ട്സ്, അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട്. സോ ഞാനിട്ട മോയ്സ്ചറൈസർ ഇത് തന്നെയാണ്, ക്യോസ്കിൻ്റെ സൂത്തിങ് ഹൈഡ്രോജൽ. അതിൻ്റെ അവസ്ഥ ഞാൻ യൂസ് ചെയ്ത് ഇങ്ങനെ ആയതാണ് കേട്ടോ. വിത്ത് സീവീഡ്, ബെറ്റെയിൻ ആൻഡ് വൈറ്റ് ടീ. അടിപൊളിയാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞത് എപ്പോഴും ഞാൻ പറഞ്ഞത് ഇതിനകത്ത് സൂപ്പർ ഹീറോ ആണ്. ഒരു ഹൈഡ്രേറ്റ്സ് ആൻഡ് സൂത്ത്സ് എന്ന് പറയുന്നത് കറക്റ്റാണ്. അതെനിക്ക് ഭയങ്കര ഇതിടുമ്പോഴത്തേനൊരു ഗ്ലാസ് സ്കിൻ പോലെ കിട്ടാറുണ്ട്. ഇൻറ്റൻസ് ഹൈഡ്രേഷൻ. അത് മാത്രമല്ല ചില മോയ്സ്ചറൈസർ ഇടുമ്പോൾ ഭയങ്കര ഹെവിനെസ് തോന്നത്തില്ലേ നമുക്ക്,
അങ്ങനെ ഒരു ഇതില്ല, പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ്ഡ് ആവും, പെട്ടെന്ന് തന്നെ ആ ഒരു ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ടെക്സ്ചർ ഓൾറെഡി ഞാൻ കാണിച്ചതാണ് കുറേ. ഇതുണ്ടോ എൻ്റെ ടെക്സ്ചർ ഉണ്ടോ, ഒരു വാട്ടർ ബേസ്ഡ് പോലെ. അത് കാരണം ഈ ചിലർക്ക് ഈ കുരു വരുമല്ലോ. എനിക്ക് ഓയിൽ കണ്ടന്റ് പിന്നെ ഈ ഭയങ്കര ഹെവി ആയിട്ടുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തോ എൻ്റെ മുഖത്ത് ഇട്ടേക്കുന്ന പോലെ തോന്നും. ഇതാകുമ്പോൾ പെട്ടെന്ന് അബ്സോർബ്ഡും ആവും, സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് ഹൈലി മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ തന്നെ വേറൊരു സിറമൈഡ്സ് ഉണ്ട്, അതും നല്ലൊരു മോയ്സ്ചറൈസ്ഡാണ്. അത് രാത്രി ഇട്ടിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പകലും യൂസ് ചെയ്യാം. എനിക്കത് രാത്രി തന്നു, പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ പകലിടും. ഇപ്പം പിന്നെ ഞാൻ ഈ സൺസ്ക്രീനും കൂടെ ഇടുന്നത് കൊണ്ട് ഞാൻ എല്ലാം കൂടെ ഇടാറില്ല. സോ സൺസ്ക്രീൻ ഇസ് മസ്റ്റ്. ക്യൂർ സ്കിന്നിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോവുക, അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം നിങ്ങളുടെ നെയിം അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മളുടെ ജെൻഡർ, ഏജ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ചോദിക്കും. അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ അവിടെ നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ആണോ ഹെയർ പ്രോബ്ലംസ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ എന്താണോ പ്രോബ്ലംസ് അത് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളോട് ഡോക്ടർ സംസാരിച്ച് തുടങ്ങും. കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അതുപോലെ നമുക്ക് വേണ്ട നമ്മുടെ കൺസേൺസ് എന്തൊക്കെയാണോ അതെല്ലാം അവരോട് പറയുക. അപ്പോൾ അതെല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട അവരൊരു ഫൈനൽ ജഡ്ജ്മെൻറ്റിലെത്തി നമുക്ക് വേണ്ട പ്രോഡക്റ്റ്സും നമുക്ക് എന്തൊക്കെയാണ് ക്യൂർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫേസിൻ്റെ ഒരു സ്ട്രെയിറ്റും സൈഡ് വ്യൂ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കണം. അപ്പോൾ അവർക്ക് ആ പിഗ്മെൻറ്റേഷനൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം അവർ സജസ്റ്റ് ചെയ്യും. ജസ്റ്റ് കാർട്ടിൽ ചെക്കൗട്ട് ചെയ്യുക, സ്കിൻ എല്ലാം അടിപൊളിയാക്കുക. അപ്പോൾ ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തേക്കാം. പിന്നെ ഗൗരി 100 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്കൊരു 100 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി വെള്ളം ഞം. ഇന്ന് ഇഡലിയാണ്. അമ്മ ഭയങ്കര സോഫ്റ്റായിട്ട് ഇഡലി ഉണ്ടാക്കും. പൊതുവേ ഐ എം നോട്ട് ആൻ ഇഡലി ഫാൻ. എനിക്ക് ഇഡലി ഇഷ്ടേ അല്ല, പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ഇഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സോഫ്റ്റാണ്. സോ ഐ ലവ് ഇഡ്ലി, അമ്മാസ് ഇഡ്ലി. അതിൻ്റെ കൂടെ സാമ്പാറുണ്ട്, ചമ്മന്തിയുണ്ട്, പിന്നെ ഈ തൈര് മുളകുണ്ട്. ഇറ്റ്സ് മൈ ഫേവറേറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ വല്ലതും കഴിച്ച് പാലും കുടിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് ആ സാധനം വരുമെന്നാണ് തോന്നുന്നത്. കാരണം അത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് കാര്യം തരാം, അത് നമ്മൾ തന്നെ അസംബിൾ ചെയ്യണം. എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ലെറ്റ്സ് സീ. അതുപോലെ ഈ ഒരു കാര്യം പറയാനുണ്ട്, എൻ്റെ നാരായണൻ മരിച്ചുപോയി കേട്ടോ. ഫിഷ് എന്തോ ഒരു ഫംഗസ് അസുഖം വന്നിട്ട് പിന്നെ വേറെ നാളെ മേടിക്കാം. ഒരു 2 ആഴ്ചയായി മരിച്ചു പോയിട്ട്. അതുകൊണ്ട് അവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വേക്കൻ്റാണ് ഇപ്പോൾ. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ അതിനൊക്കെ അത്രയല്ലേ ആയുസുള്ളൂ. ഇനി ലെറ്റ്സ് വെയിറ്റ്. ഇപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ എപ്പോഴും വ്ലോഗ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ആക്ച്വലി ഒരു പരിധി വരെ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ ചെയ്യാൻ അത്ര താല്പര്യമുള്ള ഒരാളാണ്. ബിക്കോസ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് in. പിന്നെ ഇപ്പം എൻ്റെ പ്രൊഫഷൻ ഇതായതുകൊണ്ടും ചില പ്രൊമോഷൻ സൈഡിൽ നിന്ന് ഡേ ഇൻ മൈ ലൈഫ് വേണം എന്ന് പറയുന്നത് കൊണ്ടും ഞാൻ ചിലപ്പോഴൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുന്നതിൽ പ്രൊമോഷൻ കൂടെ ആഡ് ആക്കി പോകുന്നു. പക്ഷെ അല്ലാതെ എനിക്ക് അതിനോട് താല്പര്യം. ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ഓൾവേസ്. അത് പണ്ടേ അങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും രാജി എനിക്കൊരു ഐഡിയ പറഞ്ഞു. ലൈക്ക് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ എന്തിനെയൊക്കെ കറണ്ട് സിറ്റുവേഷൻസിനെയൊക്കെ കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക. ബിക്കോസ് ഐ വോണ്ട് ടു ടോക്ക് വിത്ത് എന്താ പറയുക, അതേ വൈബും നോളജും ഉള്ള ആൾക്കാരോട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു വിവരമില്ലാത്ത നിങ്ങളോട് പോയി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ബിക്കോസ് ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻസ് ആനുകാലികമായിട്ട് നടക്കുന്ന, ഇപ്പോൾ കറൻ്റ്ലി എടുക്കുകയാണെങ്കിൽ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ കുട്ടികളെല്ലാം ഡ്രഗ്സിന് അടിമയാവുന്നത്, പിന്നെ സ്ത്രീധനം ചോദിക്കുന്നതിനെ പറ്റിയുള്ളത്, പിന്നെ വുമൺ ഹാരാസ്മെൻറ്റ്, ഓഫ് കോഴ്സ് ഫെമിനിസം, പിന്നെ ചില കുലസ്ത്രീകളുടെ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് കറൻ്റ്ലി സ്ത്രീകളും
അനിമൽസും ചില പുരുഷന്മാർ, എല്ലാ പുരുഷന്മാരും സഫർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ചില ജെന്യൂനായിട്ടുള്ളവർ സഫർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്താണ് അതിൻ്റെ പിന്നിലെ സൈക്കോളജി, എന്താണ്, വൈ ദേ റിയാക്ട് ലൈക്ക് ദിസ്, എന്തുകൊണ്ട് നമ്മളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഭയങ്കര അതിനെപ്പറ്റി ഞാൻ ലൈക്ക് എന്താ പറയുക, നോർമലി ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഇതുണ്ടല്ലോ, ഈ സ്ത്രീകൾ ഇത്ര ബൗണ്ടറിക്ക് അകത്തെ ചിന്തിക്കാവൂ, അതിനപ്പുറത്ത് ചിന്തിക്കുന്ന സ്ത്രീകളൊക്കെ അഹങ്കാരികളായി മുദ്ര കുത്തപ്പെടുത്തുന്ന ഒരു രീതി ഇവിടെ പൊതുവെ ഉണ്ടല്ലോ. പക്ഷെ ഞാൻ അഹങ്കാരിയായിട്ട് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പം എനിക്കിഷ്ടമാണ്. അപ്പം സോ രാജി വന്നു, ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, അപ്പം എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി ജസ്റ്റ് ഇപ്പം സംസാരിക്കുക. അപ്പം ഞാൻ ആലോചിച്ചു, ഞാനായിട്ട് ടോപ്പിക് എടുക്കുന്നതിലും മറ്റേ യു കമൻറ്റ്, എനിക്ക് കുറച്ച് നല്ല ആൾക്കാരുണ്ടല്ലോ കമൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അവർക്ക് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഇപ്പം നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംസാരം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ചർച്ച, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓരോ എപ്പിസോഡ്സായിട്ട് ആഴ്ചയിൽ 1-2 വെച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഹെൽത്തി ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. ഇത് എനിക്ക് തോന്നിയപ്പോൾ ബിക്കോസ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്, എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ട് അതിൽ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചത് എൻ്റെ ഡിപ്രഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാനൊരു ഡിപ്രഷൻ പേഷ്യൻ്റാണ്. ഞാൻ അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. കോട്ടയത്തുള്ളൊരു സുരേഷ് നായനാൻ എന്ന് പറയുന്ന ഡോക്ടറെ അടുത്താണ് ട്രീറ്റ്മെൻറ്റ്. നല്ല ഡോക്ടറാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേരെന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഞാൻ അത് തരണം ചെയ്യുന്നത്, അതിൻ്റെ സിംറ്റംസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ഡിപ്രഷനെ കുറിച്ച് ഞാൻ ഇടാം. അത് പെട്ടെന്ന് ഇടാൻ പറ്റില്ല, കാരണം എനിക്കത് വ്യക്തമായ ഒരു പ്ലാൻ ചെയ്ത് വേണം എനിക്കത് സംസാരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെയാണ്, ബിക്കോസ് മൈൻഡിൻ്റെ ഒരു അവസ്ഥയാണ്. സോ ഐ വോണ്ട് ടു ബി ക്ലിയർ അബൌട്ട് എവറി ആസ്പെക്ട്. സോ അപ്പോൾ അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ സൂൺ ഈ ജാനുവരിയിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളെക്കുറിച്ച് ചേച്ചി ഒരു വീഡിയോ ഇടുമോ എന്നൊരു കമൻറ്റ് ഇടുകയാണെങ്കിൽ നമ്മളത് പരിഗണിച്ച് അതുമായിട്ട് മുമ്പോട്ട്. ഇപ്പം സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരതകൾ, ഡ്രഗ്സിൻ്റെ യൂസേജ്, ദ ബേസിക് മാനേഴ്സ് അല്ലേ, അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മിനിമം മാനേഴ്സ് ആൾക്കാർ കീപ്പ് ചെയ്യാറില്ല ഒന്നിലും. അതിനെപ്പറ്റി പാരൻറ്റിങ്, എങ്ങനെ കുട്ടികളെ വഷളാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഗവേഷണം എടുക്കുന്ന പാരൻസുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ കുറച്ച് വീഡിയോസ് കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും ഉണ്ടോ, ലൈക്ക് ഡേ മൈ ലൈഫ്, സ്കിൻ കെയർ, ആസ് യൂഷ്വൽ എൻ്റെ ചാനൽ പോകുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു അലുമിനാണേ, പക്ഷെ അത് നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കാം. എനിക്കിത് അറിഞ്ഞുവിടാം. അപ്പോൾ ഞാൻ മൊത്തം ലെറ്റ്സ് ടേക്ക് എ വീഡിയോ. കുറേയേറെ സാധനങ്ങളുണ്ട്. ഒരു നല്ല ഭംഗിയുള്ള ഒരു ചുറ്റിക, ഇതൊരു തടിയുടെ ചുറ്റികയാണ്. പിന്നെ എന്തൊക്കെയോ 2 കാല്, എല്ലാവരും വാട്ടർ ദിസ്, ഇതെല്ലാം ഇങ്ങനെ നോക്കാം. കുഞ്ഞൊരു സാധനം, ഞാൻ ജീരക വെള്ളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഞങ്ങൾ കോവളത്ത് പോയപ്പോൾ എനിക്ക് തോന്നുന്നു AC എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, പ്രോപ്പർലി സർവീസ്ഡ് അല്ലായിരുന്നു. ചിലപ്പോൾ എന്തോ നല്ല പണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തൊണ്ടയ്ക്കങ്ങനെ ഇഷ്യൂ വരുന്നതല്ല. അതിനകത്ത് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കാണിക്കാമേ. ഇതെൻ്റെ റൂബിക്കുട്ടിയെ പോലെ ഇരിക്കുന്നു. എനിക്ക് റൂബിയുടെ ഫേസ് ഉണ്ട്. എന്തോ ആശയക്കുഴപ്പത്തിലാണ്. അടുത്തൊരാളെ കാണിച്ചു തരാൻ. ഭയങ്കര ക്യൂട്ടാണ്. റാബിറ്റ്, a small penguin. ഈ കണക്ടർ വെച്ചിട്ട് ഒരെണ്ണത്ത് ഇത് ക്ലിപ്പ് ചെയ്യണം, പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് ഇത് ഒരു കണക്റ്റഡ് ആക്കി.
ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ 12 ഡോറാണ്. പക്ഷെ ഞാൻ ഇവിടെ രണ്ടും ഇങ്ങനെ ആ ഈ ഒരു സ്ക്വയർ ആക്കുന്നില്ല. എനിക്കിങ്ങനെ ഡ്രസ്സ് ഇപ്പം കുറച്ച് ഈ ഡിസൈനർ വയേഴ്സ് ഉണ്ട് കുറച്ച്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും. ഇവിടെ ഞാൻ അതില്ല എന്ന് സെറ്റ് ചെയ്ത് നോക്കുമോ. ലെറ്റ്സ് സീ. ഉണ്ടോ ഇത് ഇവിടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഡിസൈനർ വേസ് കുറേയൊക്കെ എനിക്കിങ്ങനെ തൂക്കിയിടാം. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡിവിഷൻ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഓർത്തിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് ബാക്കി സ്ഥലം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സാരികളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വെക്കാം. അതുകൊണ്ട് ഞാനത് ഒഴിച്ചിട്ടു. വേണമെങ്കിൽ നമുക്കിത് 12 ഇവിടെയും കൂടെ പാർട്ടീഷനാക്കി വെക്കാം. പക്ഷെ എനിക്ക് തൂക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് അങ്ങനെ വെച്ചത്. ഇനിയുള്ള പരിപാടി ഡോർ വെക്കാം. പക്ഷെ ഡോർ എങ്ങനെ വെക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതെനിക്കൊന്ന് യൂട്യൂബ് നോക്കി പഠിക്കണം. അപ്പം അതിന് മുമ്പെല്ലാം ഞം അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ വെച്ചിട്ട് പിന്നെ കളിക്കും. ഞാൻ ഫൈനലായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തു. ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ കുറച്ചൊന്ന് പണി വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇപ്പം തന്നെ മണി 5:30 6:45 കഴിഞ്ഞു. ശ്രീകണ്ഠേശ്വരത്ത് കൊടിയേറ്റമാണ്. അപ്പം ഞാനൊന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഇറങ്ങിയാലേ ഞാൻ ആ സമയത്ത് അവിടെ എത്തുള്ളൂ. അപ്പം ഞാൻ അവിടെ പെട്ടെന്ന് കുളിച്ച് റെഡിയായത്. അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞത്. എല്ലാവർക്കും ഇത് അറിയാം. ഈ ഹ്യൂർ സ്കിന്നിൻ്റെ രാത്രി ഞാൻ ഇതായിടുന്നത്. ഈ ഒരു സെറാമൈഡ് കെയർ ക്രീം വിത്ത് ഹൈലറോണിക് ആസിഡ്, സെറാമൈഡ്സ് ആൻഡ് ഒലിവ്സ്. നല്ല ഹൈഡ്രേഷൻ നറിഷ്മെൻ്റ് ഇതായി. ഇപ്പോൾ ഈവൻ ഞാൻ സ്കിൻ ക്ലിനിക്കിൽ പോയെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടാം. അവിടുത്തെ ഡോക്ടറും എന്നോട് ആദ്യം പറഞ്ഞെന്താ അറിയോ, ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മോയ്സ്ചറൈസേഷൻ മുടക്കരുത്. അതുപോലെ നമ്മുടെ സ്കിന്നിൽ കൊടുക്കേണ്ട ഒരു ഇതാണ് ഹൈലറോണിക് സിറം ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ബിക്കോസ് അത് ഇപ്പം ഞാൻ 30s ആയാലും അപ്പോഴത്തേക്കും അത് എന്തായാലും നമ്മുടെ സ്കിന്നിന് മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഹൈലറോണിക് ആസിഡ് തന്നെയാണ്. ഞാൻ പക്ഷെ അത് അറിയുന്നതിന് മുമ്പ് ഇതിടുന്നുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും തോന്നുന്നൊരു മോയ്സ്ചറൈസർ അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എനിക്കിഷ്ടം. എനിക്ക് ഈ ഒരുപാട് ഹെവിനെസ് ഉള്ള മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. പിന്നെ നൈറ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നത് ഇതിൻ്റെ അടപ്പ് പോയി ക്യോസ്കിൻ്റെ മൾട്ടി കറക്ടറാണ്, മൾട്ടി ആക്റ്റീവ് കറക്ടർ. ഇത് കൂടുതലും ഈ അണ്ടർ ഐ പിന്നെ ഇവിടെയൊക്കെ ഉള്ള ചിലർക്ക് ഇവിടെയൊക്കെ ഭയങ്കര കറുപ്പുണ്ടാവില്ലേ, അപ്പോൾ അങ്ങനത്തെ കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇത് കോജിക് ആസിഡാണ്, ആൽഫ ആബൂട്ടിനും നയാസിനമൈഡും, ബ്രൈറ്റൻസ് ആൻഡ് കറക്റ്റ്സ്. ഇത് കുഞ്ഞ് സാധനമാണെങ്കിലും ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. കാരണം ഇച്ചിരി എടുത്താൽ മതി, ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. അതുപോലെ ഭയങ്കര ഈ ചെറിയ സാധനങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ടുമല്ല, അതുപോലത്തെ ഒരു ഇതാണ്. സ്മച്ച് പ്രൂഫ് വന്നിട്ട് പോകണ്ടേ. ഓക്കെ ബാ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ കുട്ടികളെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുമോയെന്ന് വെച്ചാൽ ഒന്ന് സൂക്ഷിച്ചാൽ മതി. ഇപ്പം എനിക്കൊക്കെയെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് മുതിർന്നവർക്ക് നമ്മളിപ്പം വലിച്ചു പറിച്ച് ഒന്നും ഉപയോഗിക്കത്തില്ലല്ലോ. അല്ല, എൻ്റെ സൽവാറിൻ്റെ ഒരു കണ്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ്. ഞാൻ എത്ര സൽവാർ വെച്ചിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 സൽവാർ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബാക്കി എല്ലാത്തിലും ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര സ്പേസ് ഉണ്ടെന്ന് ആലോചിച്ച് എനിക്ക്. ഇത് കണ്ടോ, ഇപ്പോൾ ഇത്രയുമേ ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വേക്കൻ്റായി കിടക്കുക. നോക്കൂ, ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ടോപ്സ്, ഈ ഡിസൈനർ വെയേഴ്സൊക്കെ വെച്ചു. ഈ വർക്കൊക്കെ ഉള്ള ടൈപ്പ് പെട്ടെന്ന് എടുത്തിടാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പുകൾ വെച്ചു. പിന്നെ ഇത് നോർമൽ കുർത്താസ്, ഗൗണൊക്കെ വെച്ചു. ഇവിടെയും സൽവാർ വെച്ചു. ഇതൊക്കെ എൻ്റെ ഡിസൈനർ വെയേഴ്സാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രീകണ്ഠേശ്വരത്തേക്ക് പോട്ടെ. ഞാൻ അവിടെ ചെന്ന് വീഡിയോ എനിക്ക് ഇടാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയത്തില്ല. ലെറ്റ് മീ സി. കാരണം എനിക്ക് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഫോൺ ഞാൻ മിക്കവാറും അമ്പലത്തിലേക്ക് എടുക്കാൻ സാധ്യതയില്ല. എനിവേ നോക്കാം. അപ്പോൾ ടാറ്റ.